ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. PSC പരീക്ഷ ഇങ്ങെത്തി അല്ലേ? ടെൻഷനൊന്നും വേണ്ട. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പരീക്ഷയ്ക്ക് ഉറപ്പായും വരാൻ സാധ്യതയുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഷുവർ ഷോട്ട് ചോദ്യങ്ങളാണ്. അപ്പോൾ ഫുൾ കോൺസെൻട്രേഷനോടെ ഇരിക്കുക, നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഇതൊരു ഡ്രൈ ക്ലാസ് ആയിട്ടൊന്നും കാണണ്ട. നമുക്ക് സിമ്പിളായിട്ട് ചെറിയ ചെറിയ കഥകൾ പോലെ കാര്യങ്ങൾ ഓർത്തു വയ്ക്കാം. ഒരു പേനയും ബുക്കും കയ്യിൽ വെച്ചോളൂ കേട്ടോ, പ്രധാനപ്പെട്ട പോയിന്റ്സ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ദേശീയ തലത്തിലുള്ള പ്രധാനപ്പെട്ട വാർത്തകളാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഓരോ പോയിന്റും ശ്രദ്ധിച്ചു കേൾക്കണം, ഒന്നും മിസ്സാക്കരുത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇതാണ്. സംഗീത ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഗ്രാമി അവാർഡ്സ് പ്രഖ്യാപിച്ചു. അതിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് ഭയങ്കരമായിട്ട് അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ടായി. നമ്മുടെ പ്രശസ്ത സിത്താർ ആർട്ടിസ്റ്റായ ഋഷഭ് ശർമ്മയ്ക്ക് അവാർഡ് കിട്ടി. അദ്ദേഹത്തിൻ്റെ സിത്താർ ആൻഡ് ചിൽ എന്ന ആൽബത്തിനാണ് ഈയൊരു വലിയ അംഗീകാരം കിട്ടിയത്. ഈ പേര് മറക്കരുത്, ഋഷഭ് ശർമ്മ. പിന്നെ ആൽബത്തിൻ്റെ പേരും നമ്മുടെ ആർട്സ് ആൻഡ് കൾച്ചർ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ള ഒരു 5 സ്റ്റാർ ക്വസ്റ്റ്യൻ തന്നെയാണത്. അടുത്തത് യുനെസ്കോയെക്കുറിച്ചാണ്. യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് നമ്മുടെ കളരിപ്പയറ്റിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ ഈ ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ? സിമ്പിളാണ്. നമുക്ക് തൊടാനോ കാണാനോ പറ്റാത്ത പക്ഷെ തലമുറകളായി കൈമാറി വരുന്ന പൈതൃകങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഓണപ്പാട്ടുകളോ അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം പാചക രീതിയോ ഒക്കെ പോലെ. അപ്പോൾ ആ ഒരു ലിസ്റ്റിലേക്കാണ് നമ്മുടെ സ്വന്തം കളരിപ്പയറ്റിന് നോമിനേഷൻ കിട്ടിയിരിക്കുന്നത്. ഇത് കേരളത്തിൽ നിന്നുള്ളതായതുകൊണ്ട് തന്നെ ചോദ്യം വരാൻ ഡബിൾ ചാൻസാണ്. ഉറപ്പായും പഠിച്ചു വയ്ക്കണം. ഇപ്പോൾ അടുത്ത് കേൾക്കുന്നൊരു പുതിയ തട്ടിപ്പാണ് ഡിജിറ്റൽ അറസ്റ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്കൊരു ഫോൺ കോൾ വരുന്നു. അപ്പുറത്തൊരു പോലീസ് ഓഫീസറാണ് സംസാരിക്കുന്നത്. നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്, നിങ്ങളൊരു ക്രൈം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നു. ശരിക്കും നമ്മൾ പേടിച്ചു പോവും അല്ലേ? ഇതാണ് ഡിജിറ്റൽ അറസ്റ്റ്. ശരിക്കും പോലീസൊന്നുമല്ല, സൈബർ തട്ടിപ്പുകാർ പോലീസായിട്ട് അഭിനയിച്ച് നമ്മളെ പേടിപ്പിച്ച് പണം തട്ടുന്ന ഒരു പുതിയ തരം പരിപാടിയാണിത്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ഇതിനെതിരെ എന്തു ചെയ്യാൻ പറ്റും? അതിനൊരു പരിഹാരമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. കേന്ദ്ര സർക്കാർ ഇതിനെതിരെ ചക്ഷു എന്ന പേരിൽ ഒരു പുതിയ പോർട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ചക്ഷു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫ്രോഡ് കോളുകളോ മെസ്സേജുകളോ വന്നാൽ ഉടനെ ഈ പോർട്ടലിൽ കയറി റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓർത്തു വയ്ക്കുക, പ്രശ്നം ഡിജിറ്റൽ അറസ്റ്റ്, പരിഹാരം ചക്ഷു പോർട്ടൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ദേശീയ വാർത്തകൾ നമ്മൾ നോക്കി. ഇനി നമ്മൾ നേരെ നമ്മുടെ കേരളത്തിലേക്ക് വരുവാണ്. നമ്മുടെ സ്വന്തം സംസ്ഥാനത്തെ കാര്യങ്ങളായതുകൊണ്ട് ഇതിൽ നിന്ന് ചോദ്യം വരാതിരിക്കാൻ ഒരു വഴിയുമില്ല. അപ്പോൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാന പോയിന്റ് ഇതാണ്. 2025-26 വർഷത്തെ സ്വരാജ് ട്രോഫി കിട്ടിയത് ഏത് നഗരസഭയ്ക്കാണെന്നറിയോ? അത് നിലമ്പൂർ നഗരസഭയ്ക്കാണ്. ഈ പേര് മനസ്സിലങ്ങ് പതിപ്പിച്ചേക്കുക, നിലമ്പൂർ. മികച്ച നഗരസഭയ്ക്കുള്ള സ്വരാജ് ട്രോഫി. PSC സ്ഥിരമായി ചോദിക്കുന്നൊരു ടൈപ്പ് ചോദ്യമാണിത്. അടുത്തത് നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അവർക്കുവേണ്ടി ഒരു പുതിയ ഉപകരണം വികസിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് നാഭമിത്ര. ഇതാരാണ് ഉണ്ടാക്കിയതെന്നറിയാമോ? വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ഇസ്രോയാണ്. ആലോചിച്ച് നോക്കൂ, നടുക്കടലിൽ പോകുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് എത്രത്തോളം സഹായകമാകുന്നൊരു കാര്യമാണിത്. അപ്പോൾ ഈ നാഭിത്ര എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? സിംപിളായി പറഞ്ഞാൽ കടലിന്റെ നടുക്കുവെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ GPS അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് പോലെ വിചാരിച്ചാൽ മതി. ഇത് സാറ്റലൈറ്റുമായി കണക്റ്റഡ് ആണ്. അപ്പോൾ കാലാവസ്ഥ മോശമാവുകയാണെങ്കിലോ ചുഴലിക്കാറ്റ് വരുന്നുണ്ടെങ്കിലോ ഒക്കെ അപ്പപ്പോൾ മുന്നറിയിപ്പ് കിട്ടും. അതുപോലെ എന്തെങ്കിലും അപകടം പറ്റിയാൽ കരയിലേക്ക് എമർജൻസി മെസ്സേജ് അയക്കാനും പറ്റും. സയൻസ് ആൻഡ് ടെക്നോളജി ഭാഗത്തു നിന്ന് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു കിടിലൻ ചോദ്യമാണിത്. ശരി, അപ്പോൾ നമ്മൾ ദേശീയ വാർത്തകളും കേരളത്തിലെ വാർത്തകളും കവർ ചെയ്തു. ഇനി നമുക്ക് ലോകത്ത് നടന്ന കുറച്ച് കാര്യങ്ങളും സ്പോർട്സിലെ ചില അപ്ഡേറ്റ്സും കൂടി വേഗത്തിൽ നോക്കാം. റെഡിയല്ലേ? ഈ നമ്പർ കണ്ടോ? 7.2. ഇതെന്താണെന്ന് വെച്ചാൽ ഫിലിപ്പീൻസിലെ മിൻഡനാവോ എന്ന ദ്വീപിൽ ഈയടുത്ത് വളരെ ശക്തമായ ഒരു ഭൂകമ്പമുണ്ടായി. അതിന്റെ തീവ്രതയാണ് റിക്ടർ സ്കെയിലിൽ 7.2 രേഖപ്പെടുത്തിയത്. അപ്പോൾ ഓർക്കേണ്ടത് 2 കാര്യങ്ങൾ: സ്ഥലം ഫിലിപ്പീൻസ്, തീവ്രത 7.2. ഇനി നമുക്ക് കുറച്ച് സ്പേസ് വാർത്തകളിലേക്ക് പോകാം. ജൂസ്, അതായത് ജൂസ് എന്ന പേരിൽ ഒരു ഇത് ആരുടേതാണെന്നറിയോ? യൂറോപ്യൻ സ്പേസ് ഏജൻസി അഥവാ ESAയുടേതാണ്. എങ്ങോട്ടാ പോകുന്നത്? വ്യാഴത്തിലേക്ക്. വ്യാഴത്തിന്റെ യൂറോപ്പ എന്ന ഉപഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനാണ് ഈ ദൗത്യം. ഇവിടെ തെറ്റിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമുണ്ട്. ഇത് നാസയുടേതല്ല, ESAയുടേതാണ്. അത് ഓർത്തു വെച്ചോളൂ. സ്പോർട്സിൽ നിന്നുള്ളൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. 2027 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ നടക്കാൻ പോകുന്നത് എവിടെയാണ്? ഉത്തരം സൗദി അറേബ്യ. ഇത് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2027 ഏഷ്യൻ കപ്പ് വേദി സൗദി അറേബ്യ. സിമ്പിൾ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിച്ചു.
ഇനിയിപ്പോൾ ഇതൊക്കെ ഓർമ്മയുണ്ടോയെന്നൊന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ? നമുക്കൊരു റാപ്പിഡ് ഫയർ റിവിഷൻ നടത്തിയാലോ? ഞാൻ പെട്ടെന്ന് ചോദ്യം ചോദിക്കാം, നിങ്ങൾ മനസ്സിൽ ഉത്തരം പറഞ്ഞു നോക്കണം. റെഡിയാണോ? ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2026 ഗ്രാമി അവാർഡ് കിട്ടിയ ഇന്ത്യൻ സിത്താർ പ്ലെയർ ആരാണ്? ഒന്ന് ഓർത്തു നോക്കിക്കേ, നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ പോയിന്റാണിത്. ഉത്തരം കിട്ടിയോ? ഋഷഭ് ശർമ്മ. കറക്റ്റായിട്ട് ഓർത്തവർക്ക് ഒരു ബിഗ് ക്ലാപ്പ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025-26 വർഷത്തെ സ്വരാജ് ട്രോഫി കിട്ടിയ മുനിസിപ്പാലിറ്റി ഏതാണ്? നമ്മുടെ കേരളത്തിലെ കാര്യമാണ്, മറക്കാൻ പാടില്ല. യെസ്, നിലമ്പൂരാണ് ഉത്തരം. ഇത് മറക്കരുത്, PSCക്ക് ഇഷ്ടപ്പെട്ടൊരു ഏരിയയാണ്. മൂന്നാമത്തെ ചോദ്യം, മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കു വേണ്ടി ഇസ്രോ ഉണ്ടാക്കിയ ആ ഡിവൈസിന്റെ പേരെന്താ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായിരുന്നു അത്? നാപ് മിത്ര. എക്സാക്ട്ലി. ആ പേര് മനസ്സിൽ ഉറപ്പിച്ചോളൂ. ഇനി സ്പോർട്സിലേക്ക്. 2027 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ എവിടെ വെച്ചാ നടക്കുന്നത്? സൗദി അറേബ്യ. പെർഫെക്റ്റ്. അപ്പോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ സൈബർ തട്ടിപ്പായ ഡിജിറ്റൽ അറസ്റ്റൊക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള ഗവൺമെന്റ് പോർട്ടലിന്റെ പേരെന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? യെസ്, അത് ചക്ഷു ആണ്. എല്ലാവരും നന്നായി തന്നെ ഓർത്തെടുക്കുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ റിവൈസ് ചെയ്യുമ്പോഴാണ് കാര്യങ്ങൾ നമ്മുടെ തലയിൽ ഉറച്ചിരിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്നത് വെറും കുറേ വിവരങ്ങളല്ല, നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ്. ഈ ഒരു രീതിയിൽ ഇതേ ആവേശത്തോടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. വിജയം ഉറപ്പായും നിങ്ങളുടെ കൂടെയുണ്ടാവും. അപ്പോൾ അടുത്ത സെറ്റ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.